നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം BSNL ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാലിഡിറ്റി കൂടുതൽ കിട്ടാൻ വേണ്ടിയൊക്കെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ BSNL നെറ്റ്വർക്കിൻ്റെ കാര്യത്തിൽ ശരിയായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് BSNLൻ്റെ ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് കൂടുതൽ വാലിഡിറ്റി കിട്ടുന്ന 3 പ്ലാനുകളുണ്ട്. കുറഞ്ഞ തുകയെന്ന് പറയുമ്പോൾ മറ്റുള്ള കമ്പനികളായ VI, എയർടെൽ, ജിയോ അപേക്ഷിച്ച് കുറഞ്ഞ തുകയെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം മറ്റുള്ള കമ്പനിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറഞ്ഞ തുകയാണ്. അങ്ങനെ കുറഞ്ഞ തുകയ്ക്ക് 365 ദിവസം വരെ വാലിഡിറ്റി കിട്ടുന്ന പ്ലാനുകൾ BSNLൻ്റെ 3 പ്ലാനുകളുണ്ട്. അപ്പോൾ അത്തരത്തിൽ വരുന്ന 3 പ്ലാനുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യം വരുന്ന പ്ലാനാണ് 2399 രൂപയുടെ പ്ലാൻ. ഈ ഒരു പ്ലാൻ റീചാർജ് ചെയ്താൽ 365 ദിവസത്തെ കാലാവധി നമുക്ക് കിട്ടും. 2.5 GB നമുക്ക് ഡെയിലി ഇതിനകത്തിൽ കിട്ടുന്നുണ്ട്. 365 ദിവസത്തേക്ക് നമുക്ക് 2.5 GB ഡാറ്റ ദിവസേന കിട്ടുന്നതാണ്. അതുപോലെ അൺലിമിറ്റഡ് കോൾ, STD ലോക്കൽ കിട്ടും. 100 SMS നമുക്കിനകത്തിൽ കിട്ടുന്നതാണ്. മറ്റുള്ള കമ്പനികളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 3999, 4000, 4300 ആ റേഞ്ചിലൊക്കെ വരും. BSNL അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ 5G നെറ്റ്വർക്ക് ഒന്നും കിട്ടുന്നില്ല. എന്നാലും നമ്മൾക്ക് സാധാരണക്കാരനെ അപേക്ഷിച്ച് നമുക്ക് ഈ ഒരു ഓഫർ എന്തുകൊണ്ടും നല്ലതാണ്. ചില ഏരിയയിലൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ട്, നെറ്റ് കിട്ടുന്നില്ല, കോളിംഗ് ഇഷ്യൂ ഒക്കെ ഉണ്ട്. എന്നാലും BSNL ഈ ഒരു തുകയ്ക്ക് എന്തായാലും നമുക്ക് സാധാരണ ആൾക്കാർക്ക് റീചാർജ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാനാണ് ഈ ഒരു പ്ലാൻ പറയുന്നത്. അടുത്ത പ്ലാനാണ് 1999 രൂപയുടെ പ്ലാൻ. ഈ ഒരു പ്ലാൻ റീചാർജ് ചെയ്താൽ 330 ദിവസത്തെ വാലിഡിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ 1.5 GB ഡാറ്റ ഡെയിലി കിട്ടും. അൺലിമിറ്റഡ് ലോക്കൽ ആൻഡ് STD കോൾ കിട്ടും. 100 SMS ഡെയിലി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാനും മറ്റുള്ള കമ്പനികളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 1999 രൂപയുടെ ആ ഒരു റേഞ്ചിലുള്ള പ്ലാനേ നമുക്കില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെയും വാലിഡിറ്റി വല്ല 70 ദിവസമല്ലോ ആയിരിക്കും. ഇതിനകത്ത് വാലിഡിറ്റി നമുക്ക് 330 ദിവസത്തെ വാലിഡിറ്റി നമുക്കിനകത്ത് കിട്ടുന്നുണ്ട്. അടുത്ത പ്ലാനാണ് 1499 രൂപയുടെ പ്ലാൻ. ഈ ഒരു പ്ലാൻ റീചാർജ് ചെയ്ത് നമുക്ക് 300 ദിവസത്തെ കാലാവധി കിട്ടും. അതുപോലെ 32 GB ഡാറ്റയാണ് ടോട്ടൽ കിട്ടുന്നത്. അതായത് നമ്മൾക്ക് ടോട്ടലായിട്ട് 32 GB ഡാറ്റ മാത്രമേ കിട്ടുകയുള്ളൂ. ഡെയിലി ലിമിറ്റിനകത്തിൽ 1 GB, 1.5 GB അല്ലെങ്കിൽ 2 GB അങ്ങനെയില്ല. ടോട്ടലായിട്ട് 32 GB കിട്ടുകയുള്ളൂ. പിന്നെ അൺലിമിറ്റഡ് കോൾ, STD ലോക്കൽ കിട്ടും. 100 SMS ഡെയിലി നമുക്കിനകത്തിൽ കിട്ടുന്നതായിരിക്കും. അടുത്ത പ്ലാനാണ് 997 രൂപയുടെ പ്ലാൻ. ഈ ഒരു പ്ലാൻ റീചാർജ് ചെയ്താൽ 164 ദിവസത്തെ കാലാവധി നമുക്ക് കിട്ടും. 2 GB നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ സാധിക്കും. അൺലിമിറ്റഡ് ലോക്കൽ ആൻഡ് STD കോൾ കിട്ടും. അതോടൊപ്പം നമുക്ക് 100 SMS കിട്ടും. ടോട്ടൽ 164 ദിവസത്തേക്കാണ് കിട്ടുന്നത്. അപ്പോൾ BSNLൻ്റെ ഈ 4 പ്ലാനുകളാണ് ഞാനിവിടെ പറഞ്ഞത്. ഈ ഒരു 4 പ്ലാന് നമുക്ക് മാക്സിമം BSNL റീചാർജ് ചെയ്താൽ മാക്സിമം ഒരു വർഷം വാലിഡിറ്റി കിട്ടാൻ ഏകദേശം 2400 രൂപ വരെ എമൗണ്ട് വരുന്നുള്ളൂ. അപ്പോൾ എല്ലാം മറ്റുള്ള കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 4000 രൂപ അടുത്ത്, നല്ല 4000-ന് മുകളിലൊക്കെ വരും. പിന്നെ മറ്റുള്ള കമ്പനികൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 5G ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ 5G നമുക്ക് എല്ലാ സ്ഥലത്തും ഇല്ല. നമ്മൾ 5Gയുടെ റീചാർജ് ചെയ്യാൻ നമുക്ക് 5G ഒന്നും പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. അങ്ങനെയുള്ള കംപ്ലയിൻറ്റും വരുന്നുണ്ട്. BSNL അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ BSNLനും പ്രശ്നങ്ങളുണ്ട്. ചിലയിടത്ത് നെറ്റ്വർക്ക് കിട്ടുന്നില്ല, കോൾ ഡ്രോപ്പ് ഉണ്ട്, നെറ്റ് കിട്ടുന്നില്ല. എന്നാൽ ചില ആൾക്കാർക്ക് ഇഷ്യൂ ഒന്നുമില്ല. അപ്പം ഏത് നെറ്റ്വർക്ക് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ആൾക്കാർക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ നിങ്ങൾ റീചാർജ് ചെയ്യുന്ന ഏത് ഇതാണെന്നുള്ള വീഡിയോ കഴിയാൻ കമൻറ്റായി അറിയിക്കുക. നിങ്ങൾ എത്ര സിം ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കാര്യം കമൻറ്റായി അറിയിക്കുക. നിങ്ങൾ ഈ BSNLൻ്റെ 1 ഇയർ വാലിഡിറ്റി ഉള്ള പ്ലാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലാഭകരമായി തോന്നിയെന്ന കാര്യം കമൻറ്റായി അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.